എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കവറിലും ചട്ടിയിലൊക്കെ നമ്മൾ മാവിൻ്റെ തൈകൾ ഇങ്ങനെ നട്ട് പൊടിപ്പിച്ച് കഴിയുമ്പോൾ ഒരുപാട് ഹൈറ്റ് വെച്ച് പോവും. അപ്പോൾ അതിന് ശിഖരങ്ങൾ കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇതുപോലെ പുതിയ തിളിരൊന്നും വരാതെ ഇങ്ങനെ തന്നെ നമ്മൾ അതിൻ്റെ പുതിയ തിളിര് കിട്ടത്തില്ല. അങ്ങനെ ഒരുപാട് സ്റ്റക്കായി നിൽക്കും പോലെ നിൽക്കും. ഇതിൻ്റെ ഓരോ മുകൾ ഭാഗവും ഇങ്ങനെ തന്നെ നിൽക്കും, ഇതുപോലെ നിൽക്കും. അപ്പോൾ ഇതിന് നമ്മൾ ചെയ്ത ഒരു മാർഗ്ഗമാണ് കാണിച്ചു തരുന്നത്. നമ്മൾ കവറിൽ നട്ടിരുന്ന ചെടികൾ തന്നെ ഹൈറ്റ് കുറഞ്ഞ് നല്ല ബുഷായിട്ട് നിൽക്കുവാൻ നമ്മൾ അതിൻ്റെ മുകൾ ഭാഗം ചെറിയ രീതിയിലൊന്ന് കട്ട് ചെയ്യുക. ഇങ്ങനെ തിളിര് വരാത്ത ഭാഗം കട്ട് ചെയ്തിട്ട് നമ്മൾ കുറച്ച് സാഫോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗിസൈഡ് തേച്ച് കൊടുത്താൽ മതി. റൂട്ട് ഹോർമോണോ എന്തെങ്കിലും തേച്ചിരുന്നാൽ നമുക്ക് ഇതുപോലെ നിറച്ച് തിളിര് കിട്ടി നമുക്ക് ഒരു ബുഷാക്കി എടുക്കാൻ പറ്റും. ചട്ടിയിലായാലും കവറിലായാലും ഇതുപോലെ നമ്മളിപ്പോൾ കട്ട് ചെയ്ത് നിർത്തിയാണ്. ഒരു 10-20 ദിവസം മുമ്പ് കട്ട് ചെയ്ത് സാഫ് തേച്ച് വെച്ചതാണ്. അപ്പോൾ നിറച്ച് തിളിര് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും ഈ ചട്ടിയിലും കവറിലും ഒക്കെ നിൽക്കുന്ന മാവിൻ തൈകൾ വളർച്ച കറക്റ്റ് അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിക്ക് നമുക്ക് നല്ല ബുഷായിട്ടുള്ള മാവിൻ തൈകൾ നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയും. ഒരുപാട് ഹൈറ്റ് വയ്ക്കത്തില്ല. നിറച്ച് ശിഖരങ്ങളായി കഴിഞ്ഞാൽ ഇത് ഹൈറ്റ് വെച്ച് പോകത്തില്ല. പിന്നെ നമ്മൾ 2 മാസം അല്ലെങ്കിൽ 1.5 മാസമൊക്കെ കൂടുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് എല്ലുപൊടിയും വേപ്പ പിണ്ണാക്കോ കടലപ്പിണ്ണാക്കോ ഏതെങ്കിലുമൊക്കെ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഈ നമ്മൾ പറയുന്ന വേപ്പൻ പിണ്ണാക്കും കടലപ്പിണ്ണാക്കും ഒക്കെ പുളിപ്പിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക.